റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിർണായകമായ സൈനിക മുന്നേറ്റം അവകാശപ്പെട്ട മോസ്കോ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈൻ സൈന്യത്തിന്റെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായ ബാബ യാഗ ഹെവി ഡ്രോണുകളെ കൂട്ടത്തോടെ തകർത്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നത്. യുക്രൈനിലെ വ്യോമാതിർത്തികളിൽ നടന്ന അതിരൂക്ഷമായ പോരാട്ടത്തിനൊടുവിലാണ് ഈ നേട്ടമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. കണക്കുകൾ പ്രകാരം 600ഓളം ബാബായാഗ ഡ്രോണുകളാണ് റഷ്യൻ സൈന്യം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വെടിവെച്ചിട്ടത്. ഇത്രയധികം ഡ്രോണുകൾ ഒരേ സമയം തകർക്കപ്പെട്ടു എന്നത് യുക്രൈൻ സൈന്യത്തെ സംബന്ധിച്ച വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധരംഗത്ത് ഇരുവിഭാഗവും ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നീക്കം. യുദ്ധഭൂമിയിലെ വ്യോമാതിർത്തികൾ ഇപ്പോൾ പൂർണ്ണമായും നിരീക്ഷണാക്രമണ ഡ്രോണുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് മാറി ആകാശത്ത് ഡ്രോണുകൾ തമ്മിലുള്ള അതിശക്തമായ ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈവരിച്ച വലിയൊരു വിജയമായാണ് 600 ഡ്രോണുകളുടെ തകർച്ചയെ മോസ്കോ വിലയിരുത്തുന്നത്. യുക്രൈൻ സൈന്യം രാത്രികാല ആക്രമണങ്ങൾക്കും കൃത്യതയാർന്ന ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും ഈ ബാബായാഗ ഡ്രോണുകളെ ഉപയോഗിച്ചിരുന്നത്. 6 ചിറകുകളുള്ള വലിയ ഹെക്സാകോപ്റ്റർ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ ഡ്രോണുകൾ. രാത്രിയുടെ മറവിൽ റഷ്യൻ ബങ്കറുകളിലേക്കും ടാങ്കുകളിലേക്കും ബോംബുകൾ വർഷിക്കാൻ ഇവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ടായിരുന്നു. റഷ്യൻ സൈന്യത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിരുന്ന ഈ ഡ്രോണുകളെ കൃത്യമായി നിരീക്ഷിച്ച് തകർക്കാനുള്ള പുതിയ തന്ത്രമാണ് മോസ്കോ ഇപ്പോൾ പയറ്റിയത്. അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ആന്റി ഡ്രോൺ ഗണ്ണുകളും ഉപയോഗിച്ചാണ് റഷ്യൻ യൂണിറ്റുകൾ ഈ വലിയ ഹെക്സാകോപ്റ്ററുകളെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കിയത്. ബാബായാഗ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള തകർച്ച യുക്രൈന്റെ രാത്രികാല പോരാട്ട വീര്യത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുൻനിരകളിൽ റഷ്യൻ മുന്നേറ്റത്തെ ചെറുത്തു നിർത്താൻ യുക്രൈൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ ഡ്രോൺ വ്യൂഹങ്ങളെയായിരുന്നു. അവ കൂട്ടത്തോടെ ഇല്ലാതായത് പ്രതിരോധ നിരയിൽ വിള്ളലുണ്ടാക്കും. ഇരുവിഭാഗവും ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ യുദ്ധത്തിന്റെ സ്വഭാവവും തന്നെ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് പകരം യന്ത്രങ്ങൾ തമ്മിലുള്ള അത്യാധുനിക പോരാട്ടത്തിനാണ് അതിർത്തി രേഖകൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ശത്രുവിനെ വീഴ്ത്താനുള്ള മത്സരത്തിലാണ് ഇരു രാജ്യങ്ങളും. വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈടെക് യുദ്ധത്തിലേക്കാണ് റഷ്യ യുക്രൈൻ പ്രതിസന്ധി നീങ്ങുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിയന്ത്രിക്കുന്ന യുദ്ധോപകരണങ്ങൾ ഇരുപക്ഷവും വൻതോതിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിൽ ആരാണോ സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്നത് അവർക്ക് യുദ്ധഭൂമിയിൽ മേൽക്കൈ ലഭിക്കുന്ന അവസ്ഥയാണുള്ളത്. തങ്ങളുടെ ഡ്രോണുകളെ തകർക്കാൻ റഷ്യ പുതിയ തരം ജാമിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് യുക്രൈൻ സൈന്യവും സമ്മതിക്കുന്നുണ്ട്. റഷ്യൻ ഇലക്ട്രോണിക് തരംഗങ്ങൾ ഡ്രോണുകളുടെ സിഗ്നലുകളെ വിച്ഛേദിക്കുകയും അവയെ നിയന്ത്രണം നഷ്ടമാക്കി നിലം പതിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് യുക്രൈന്റെ ആകാശ നിരീക്ഷണത്തെയും ആക്രമണങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ ഈ അവകാശവാദങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങാൻ യുക്രൈൻ തയ്യാറായില്ല. തങ്ങൾ പുതിയ തരം തദ്ദേശീയ ഡ്രോണുകൾ നിർമ്മിച്ച് പോരാട്ടം തുടരുമെന്നാണ് കീവിൽ നിന്നുള്ള സൂചനകൾ. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ള പുതിയ ആന്റി ജാമിംഗ് ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യുക്രൈൻ ശാസ്ത്രജ്ഞർ. ആകാശയുദ്ധം ഇത്രയധികം കടുത്തതോടെ മുൻനിരയിലുള്ള സാധാരണ സൈനികരുടെ സുരക്ഷയും വലിയ ഭീഷണിയിലാണ്. എപ്പോൾ വേണമെങ്കിലും തലയ്ക്കു മുകളിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടാമെന്ന അവസ്ഥ സൈനികരിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇതിനെ മറികടക്കാൻ റഷ്യയും തങ്ങളുടെ ഡ്രോൺ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ ആഭ്യന്തര ഡ്രോൺ സാങ്കേതിക വിദ്യ കൂടുതൽ വിപുലീകരിക്കുമെന്നാണ് ക്രെംലിൻ നൽകുന്ന സൂചന. ചൈനയിൽ നിന്നും മറ്റ് സഖ്യരാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാങ്കേതിക സഹായങ്ങൾ റഷ്യയെ ഈ രംഗത്ത് കൂടുതൽ ശക്തരാക്കുന്നുണ്ട്. ഇത് യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. 600 ഡ്രോണുകൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും വ്യോമ പ്രതിരോധ സാമഗ്രികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും നാറ്റോ സഖ്യവും നൽകുന്ന പിന്തുണ മാത്രമാണ് ഇനി യുക്രൈന് ഈ സാങ്കേതിക യുദ്ധത്തിൽ പിടിവള്ളിയാകാനുള്ളത്.
യന്ത്രങ്ങൾ മനുഷ്യനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന യുദ്ധഭൂമി വരും തലമുറയിലെ യുദ്ധങ്ങളുടെ ഭീകരമായ മുഖമാണ് കാണിച്ചു തരുന്നത്. റഷ്യ അവകാശപ്പെടുന്ന ഈ തകർപ്പൻ മുന്നേറ്റം യുദ്ധത്തിന്റെ അന്തിമ ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ഡ്രോൺ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്.